ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു വിനീസ് കിച്ചൻ ആൻഡ് ഇന്ന് നമ്മൾ ഒരു ലെറ്റ്സ് ടോക്ക് ആണ് ചെയ്യാൻ പോകുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു ഷെഫ് യൂണിഫോമിൽ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ടോക്കിൽ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് ഞാൻ വഴിയെ പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വളരെ ലേറ്റ് ആയിട്ടുള്ള വർക്ക് കാര്യങ്ങൾ അങ്ങനെ അതൊന്നും നടക്കാറില്ല. ബിക്കോസ് നമ്മൾ ടൈമൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് നമുക്ക് വർക്കിംഗ് ടൈമൊക്കെ തന്നിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് വീട്ടിലേക്ക് ഈ സമയത്ത് വന്നിരിക്കുന്നത്. ഈ സമയത്ത് എന്ന് പറയാനല്ല, ഇപ്പോൾ 10:45. ഓക്കെ, യെസ്, ഇല്ലെങ്കിലൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ് വരാറുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം ഒന്നേ ഉള്ളൂ. എല്ലാവരും ചോദിക്കുന്ന പോലെ വിനി സേഫ് അല്ലേ എന്ന് ചോദിച്ച എല്ലാവരോടും യെസ്, സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പാനിക് സിറ്റുവേഷൻ ആയിട്ടുള്ള ലെവലിലേക്കല്ല. നമുക്ക് ആ ഒരു മനസ്സിന് നമുക്കറിയാം, ഓക്കെ, ഇറ്റ്സ് ഹാപ്പനിങ് എന്നുള്ളത് നമുക്കറിയാം. അത് മാത്രമല്ല അവര് അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് പ്രിക്കോഷൻസും അവർ എടുത്തിട്ട് തന്നെയാണ്. ഓരോ പ്രാവശ്യവും നമുക്ക് അലേർട്ട് മെസ്സേജ് വരും. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ഓൾറെഡി അവർ പറയും ലൈക്ക് ഇറ്റ് ഇസ് സേഫ് ടു ഗോ ഔട്ട് എന്നുള്ളത് അവർ നമ്മളെ അറിയിക്കും. അതുവരെയ്ക്കും നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. പിന്നെ എല്ലാവരും പറയുന്ന പോലെ എന്തുകൊണ്ട് എന്താണ് പറയുക, നിങ്ങൾ ആ തീരുമാനങ്ങൾ എടുത്തിട്ട് നിങ്ങൾ നാട്ടിലേക്ക് വരുന്നില്ല എന്നുള്ള തീരുമാനം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. വൈ എന്തിനാ നിൽക്കണത്, ഒക്കെ പൊക്കൂടെ? അങ്ങനെയല്ല, നമ്മൾ പല രാജ്യങ്ങളിലും താമസിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് വന്ന സമയത്ത് ആ രാജ്യം എങ്ങനെ അതിനെ എടുത്തു എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. ഓക്കെ, ഹൗ ആർ ദേ പ്രൊട്ടക്ടിങ് ദെയർ പീപ്പിൾ എന്നുള്ളതും കൂടി നോക്കണം. സോ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഫീൽ വന്നിട്ടേ ഇല്ല. ഓക്കെ, ദുബായിനെ സംബന്ധിച്ചിടത്തോളം അത് ദുബായിൽ താമസിച്ചവർക്കേ അറിയുള്ളൂ എത്രമാത്രം കെയർ ആണ് അവർ നമ്മളെ എടുക്കുന്നത് എന്നുള്ളത്. സോ അവര് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ദ സിറ്റി നോസ് വാട്ട് ടു ഡു. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തിട്ട് ആ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുക. അതല്ലാതെ പിന്നെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ എല്ലാവരുടെയും CIDസും പോലീസും നമ്മുടെ ഫോൺ റാൻഡമായിട്ട് വാങ്ങിയിട്ടാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുക, വീഡിയോസ് എടുക്കുക, പോസ്റ്റ് ചെയ്യുക, അതൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹത്തിന്റെ അതേ കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യമാണ്. സോ ഒരുപാട് പേര് അറസ്റ്റ് ആവുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ. ബിക്കോസ് ഇതൊരു നിങ്ങൾ വിചാരിക്കണ മാതിരിയുള്ള ഒരു സംഭവമല്ല. നിങ്ങൾ എന്തായി എടുത്തിടുന്നത് എന്നുള്ളത് ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല, സീരിയസ്നെസ്. പിന്നെ യെസ്, ഒരുപാട് പേര് വിട്ടുപോയി. ആ വിട്ടുപോയിട്ടുള്ള ആൾക്കാരിൽ 90% ആൾക്കാരും അവർ ചെയ്തിരിക്കുന്ന പല ആൾക്കാരും ശ്രമിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ 90% ആൾക്കാരും ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെ വിശ്വസിച്ചിട്ട് വീട്ടിൽ അവർ വളർത്തിയിരിക്കുന്ന പൂച്ചയായിക്കോട്ടെ, നായയായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, എവ്രി അതിനെയൊക്കെ അബൻഡൻ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഒരു റെസ്ക്യൂലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, എത്ര ആൾക്കാരാണ് ഒമാൻ ബോർഡറിൽ പൂച്ചകളെയും നായ്ക്കളെയും ആ കംപ്ലീറ്റ് മരുഭൂമിയിലും വിട്ടിട്ട് പോയിരിക്കണമെന്നറിയോ? അതുകൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, അവർക്ക് വേണ്ട ഒരു തീരുമാനം പോലും നിങ്ങൾ എടുക്കാതെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വായില്ലാത്ത ജീവൻ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന സമയത്ത് നിങ്ങൾ അതിനുള്ള കാര്യം കൂടി നിങ്ങൾ നോക്കണ്ടേ? നിങ്ങളുടെ വീട്ടിൽ ഒരു കുട്ടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വിട്ടിട്ട് പോവോ? നിങ്ങളുടെ വീട്ടിൽ ഒരു അംഗമായിട്ടല്ലേ അതിനെ നിങ്ങൾ കാണുന്നത്. ആ അംഗത്തിനെ നിങ്ങൾക്ക് വിട്ടിട്ട് പോവാൻ എങ്ങനെ തോന്നി? അതെങ്ങനെ ജീവിക്കുന്നതാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങളെ മാത്രം വിശ്വസിച്ചിരിക്കുന്ന ആ ഒരു ജീവൻ നിങ്ങൾ തിരിച്ചു വരുന്നും പ്രതീക്ഷിച്ചിട്ടല്ലേ ഇരിക്കുന്നത്. എത്ര ഡോഗ്സിനെയും കാറ്റ്സിനെയും ആണെന്നറിയോ റെസ്ക്യൂ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എടുത്തിട്ട് വരുന്ന എവിടെയുണ്ട്? അതായത് ഒരു വെറ്റിനറി ഹോസ്പിറ്റലിന്റെ അടുത്തേക്കായിട്ട് പോയിട്ട് വിടുക, അതേമാതിരി അതിന്റെ കൂടോട് കൂടിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുവിടുക. ചില ആൾക്കാർ ചെയ്തിരിക്കുന്ന ദ്രോഹം എന്താണെന്ന് വെച്ചാൽ എന്താണ് പറയാ, ഫ്ലാറ്റിൽ പൂട്ടിയിട്ടിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ, അതായത് അടുത്ത വീട്ടിലത്തെ ഫ്ലാറ്റത്തെ ആൾക്കാര് അത് കേട്ട് എന്താണ് പറയാ, പൂച്ച കരയണത് കേട്ട്, നായ കരയണത് കേട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ട് വേണം പോയിട്ട് സെക്യൂരിറ്റി വന്ന് തുറന്ന് നോക്കുന്ന സമയത്താണ് ആ ജീവൻ അതിൻ്റെ ഉള്ളിലുള്ളത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനത്തുള്ള ആൾക്കാരൊന്നും തിരിച്ചു വരരുത്. നിങ്ങളൊന്നും ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരെ അല്ല. എന്റെയൊക്കെ അഭിപ്രായത്തിൽ അതാ ചെയ്യുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഇത്രയേ ഉള്ളൂ.
നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഒരു ലെവലിലേക്കാണ് ചിന്തിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു എന്താണ് പറയുക, സ്ട്രേ സെന്ററിൽ അതിനെ കൊണ്ടുപോയിട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ട് പൊക്കൂടെ? അതേമാതിരിയാണ് വെറ്റിനറി ഹോസ്പിറ്റലിൽ ആരോഗ്യത്തോടു കൂടിയിട്ട് ഇരിക്കുന്ന നായ്ക്കളെയും പൂച്ചകളെയും PT, അതായത് പെർമനന്റ് ആയിട്ട് പുട്ടു സ്ലീപ്പ് ചെയ്യാൻ, PTS ചെയ്യാൻ പറഞ്ഞിട്ട് പോകുന്നത്. എന്തൊക്കെ കഷ്ടങ്ങളാണ് ഈ ഒരു സമയത്ത് അവരും അനുഭവിക്കുന്നത്. മനസ്സിലാക്കാൻ പറ്റും, ഓരോരുത്തരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയം കൊണ്ട് ഏതെങ്കിലും ഒരു എന്താണ് പറയുക, അഡോപ്ഷൻ സെന്ററിലോ ഏതെങ്കിലും ഒരു സ്ട്രേ സെന്ററിലോ കൊണ്ടുപോയിട്ട് അതുകളെ കൊടുത്തൂടെ? ഏതെങ്കിലും ഒരു നേരം ഭക്ഷണമെങ്കിലും കഴിച്ചിട്ട് അതുകൾ ജീവിക്കില്ലേ? അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടില് എന്റെ 4 മക്കള്, മനസ്സിലായില്ലേ, എന്റെ മക്കൾ തന്നെയാണ്. അതൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിൽ എന്റെ അടുത്ത് വന്ന് പെട്ടവരാണ്. ഞാൻ എങ്ങനെയാണോ എന്റെ മനുവിനെയും കിച്ചുവിനെയും കാണുന്നത്, അതേ റെസ്പെക്റ്റോട് കൂടിയിട്ട് അതേ മര്യാദയോട് കൂടിയിട്ട് തന്നെയാണ് അവർ എന്റെ മക്കളായിട്ട് തന്നെയാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും കണ്ണേട്ടനും, ഞാൻ ഓപ്പണായിട്ട് കണ്ണേട്ടൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഇപ്പൊ വരയ്ക്കും നമുക്ക് അങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടില്ല. ഇനി ഇവിടുന്ന് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരെയും കൊണ്ടേ ഞാൻ പോകുള്ളൂ. അതുകൊണ്ട് ഞാൻ വളരെ തീരുമാനം ഉറപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അത് ഒന്നായില്ലേ. സോ വൺസ് അഗൈൻ ഞാൻ പറയുന്നു, സേഫ് ആണ്, എവറിത്തിങ് ഇസ് ഓക്കെ. ഇതൊക്കെ കുറച്ച് സമയമെടുക്കും ശരിയാവാൻ, അതിൻ്റെതായിട്ടുള്ള ടൈം എടുത്തിട്ടേ അതൊക്കെ ശരിയാവുള്ളൂ. പക്ഷെ എന്താണ് പറയുക, നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് കാമായിട്ട് ചെയ്യുക. ബിക്കോസ് ബേജാറായതുകൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, അതൊക്കെ ആ രാജ്യങ്ങളിൽ, ഈ പല രാജ്യങ്ങളിലും ഇരുന്ന് ഈ ഒരു സിറ്റുവേഷൻ കണ്ടതുകൊണ്ട് പറയുകയാണ്. അത് പല ആൾക്കാർക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു ആൻസൈറ്റി, പാനിക് അറ്റാക്ക് വരുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ദാ ബാക്ക് ടു വർക്ക്, അബുദാബിക്ക് ഞാൻ ദിവസവും പോകുന്നുണ്ട്. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ അതാണ് ഒന്നും ഞാൻ ഇതുവരെയ്ക്കും കണ്ടില്ല. യെസ്, അലേർട്ട് മെസ്സേജ് വരും, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നിങ്ങൾ നോർമാലിറ്റിയിലേക്ക് പൊക്കോളൂ എന്നുള്ള മെസ്സേജും വരും. ഓക്കെ, പക്ഷെ ഇന്റർസെപ്ഷൻസ് നടക്കുന്നുണ്ട്, നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, ഭയങ്കര ശബ്ദങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതൊന്നും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ബട്ട് UAE is a second home. Definitely this will be. ആൻഡ് അങ്ങനെയൊന്നും നമ്മൾ അവരൊക്കെ നമ്മളെ അത്രമാത്രമാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ വിൽ സേ ദാറ്റ് this country is such an amazing country. ഇതുപോലെ ഒരു സേഫ് കൺട്രി നിങ്ങൾക്ക് വേറെ എവിടെയും ഉണ്ടാവില്ല. സോ ഐ സ്റ്റിൽ സ്റ്റാൻഡ് ബൈ ദാറ്റ്. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അടുത്തത് ചോദ്യങ്ങൾ വന്നതിൽ അടുത്ത ചോദ്യം, ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടതിൽ 250 ഉഴുന്നുവട ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര എണ്ണ മതിയോ എന്നുള്ളത്. 250 വടക്കുള്ള കംപ്ലീറ്റ് വടക്കുള്ള എണ്ണ ഒഴിച്ചിട്ടല്ല നമ്മൾ അത്രയും വലിയ ചീഞ്ചട്ടി അല്ല വെച്ചിരിക്കുന്നത്, അല്ലെ? അപ്പോൾ 250 വടക്കുള്ള എണ്ണ ഒരുമിച്ച് ഒഴിച്ചിട്ടല്ലല്ലോ ചെയ്യുക. ആ എണ്ണ കമ്മിയാവുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഒഴിച്ചു കൊടുക്കും. സോ ഓരോ കുക്കിങ്ങും ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ്. ക്വാണ്ടിറ്റി കൂടുന്ന സമയത്ത് നമ്മൾ ഒരു ഭാഗത്ത് ആ ഒരു രീതിയിൽ ചെയ്യുന്നതിന് വേണ്ട ലെവലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നല്ലാതെ ഞാൻ അത് റീയൂസ് ചെയ്യില്ല. ആ എണ്ണ പിന്നെ തിരിച്ച് യൂസ് ചെയ്യില്ല. അതാണ് മെയിൻ ആയിട്ട്. അപ്പൊ നാളേക്ക് എടുത്തു വെച്ചു എന്നുള്ളൊരു സംഭവമില്ല. അപ്പൊ വേണ്ട ലെവലിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഇത്ര കുറച്ച് എണ്ണ മാത്രം എന്നുള്ളത്. വേണ്ട സമയത്ത് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്ന കാര്യം. അപ്പോൾ അതും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള മാറ്ററിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ സീരിയസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച കാര്യമാണ്, ഈ പറയുന്ന സംഭവങ്ങളെല്ലാം, ഈ കാണിക്കുന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? നിങ്ങൾക്ക് സഹായിക്കാൻ ആളില്ലേ? അത് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടും കൂടിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. ലൈക്ക് എന്താ പറയുക, നമ്മളുടെ കൂടെ നിൽക്കുന്നത് ആഫ്രിക്കയിലത്തെ ഒരു സ്ത്രീയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് നമുക്ക് കട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾക്ക് വാഷ് ചെയ്ത് തരിക, ഇതെല്ലാമാണ് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവരെ കൊണ്ടുപോയിട്ട് ഒരു ഓലൻ ഉണ്ടാക്കൂ, അവിയൽ ഉണ്ടാക്കൂ, ഇല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കൂ, ഇഷ്ടം ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല, അല്ലെ? അപ്പോൾ ചെയ്യണ പണി എന്താണെന്നുള്ളത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. വീണ്ടും ഞാൻ ഇതിനെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കാണുന്നത് അയ്യോ വിനി ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു, നിങ്ങൾ ഒരിക്കലും ഒരു വീട്ടമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾ കാണരുത്. ഇതെന്റെ തൊഴിലാണ്. ഞാൻ പ്രൊഫഷണലി ട്രെയിൻഡ് ആണ്. ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കാനും ഞാൻ എൻ്റെ കരിയർ എന്ന് പറയുന്നത് ഒരു ഷെഫാണ്.
നിങ്ങൾ അങ്ങനെ കാണണം. ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഞാൻ അങ്ങനെ പറയുന്നത്. അമ്മ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ അമ്മയെ എന്താ ക്വാണ്ടിറ്റി. അമ്മ അതെന്റെ തൊഴിലായിട്ട് കാണൂ. അമ്മ ഒരിക്കലും ഒരു വീട്ടമ്മയെ കൊണ്ട് ഇത് ചെയ്യാൻ പോണു എന്നുള്ള ലെവലിലേക്ക് കാണരുത്. അത് ആ ഒരു പ്രൊഫഷണലിസം ആയിട്ട് കാണാൻ നോക്കുക. ഒരു ഷെഫ് അത് ചെയ്യില്ലേ? 250 പേർക്കുള്ള ഫുഡ് ഇല്ലെങ്കിൽ 800 പേർക്കുള്ള ഇഡ്ഡലി ഉണ്ടാക്കണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷെഫ് ഉണ്ടാക്കില്ലേ? സോ ദാറ്റ് ഇസ് എ പ്രൊഫഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചാല്, എന്റെ അമ്മോ നിങ്ങൾ ഇത്രയും സാധനം കുക്ക് ചെയ്തു, ഇത്രയും അടുപ്പിച്ച് ബാക്ക് ടു ബാക്ക് ചെയ്തു. എന്തുകൊണ്ട് ചെയ്യില്ല? നമ്മൾ ഒരു റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ രാവിലെ നമ്മൾ ഡ്യൂട്ടിക്ക് കയറിയ നമ്മൾ വൈകുന്നേരം വരയ്ക്കും പലതും ഉണ്ടാക്കുന്നില്ലേ? നമ്മുടെ ഷിഫ്റ്റിൽ നമ്മൾ പലതും ചെയ്യുന്നില്ലേ? നിങ്ങൾ അങ്ങനെയാണ് ആ സംഭവത്തിനെ എടുക്കേണ്ടത്. അപ്പോൾ ആ വിനീസ് കിച്ചൺ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ പലതും ബാക്ക് ടു ബാക്ക്. പക്ഷെ അതിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കഴിവ്. അത് സത്യം. അത് മാനേജ്മെന്റ് ആണ്. അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് അതിനു വേണ്ടി പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ട്രെയിൻഡ് ആവും. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ട്രെയിനിങ് കിട്ടിയിരിക്കും. അപ്പോഴാണ് ആ ഒരു പ്രൊഫഷണലിസം നമുക്ക് വരുന്നത്. എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവണത്. അപ്പോൾ അതിൽ ഒരുപാട് പേര് പല പ്രാവശ്യമായിട്ട് കമന്റ് ഉണ്ട്, എൻ്റെ അമ്മ ഇവിടെ 2 പേർക്ക് ഉണ്ടാക്കാൻ വയ്യ, എങ്ങനെയാണ് വിനി ഇത്ര പേർക്ക് ഉണ്ടാക്കണത്? യെസ്, അത് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങളൊരു ഹൗസ് വൈഫ് എന്നുള്ള രീതിയിൽ. വിനിയെ ആ ഒരു ലെവലിലേക്ക് കാണുന്നത് മാറ്റി നിർത്തിയിട്ട് അത് വിനിയുടെ തൊഴിലാണ്, വിനി പഠിച്ചിരിക്കുന്ന രീതിയിൽ ആ വിനി വർക്ക് ചെയ്യുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും ഒരു ഭാരമായിട്ടുള്ള രീതിയിൽ തോന്നില്ല. പിന്നെ പാഷൻ പ്രൊഫഷനായിട്ട് എടുത്തിരിക്കുന്ന ഒരു സ്ഥിതിക്ക് എനിക്ക് ഒട്ടും ഭാരമായിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതെന്റെ പ്രൊഫഷനാണ്, ഇതെന്റെ പാഷനാണ്. എനിക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാൻ സന്തോഷത്തോടു കൂടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്ര കാലം ഞാൻ എടുത്തു. എൻ്റെ മക്കളൊന്ന് വലുതായി, അവരൊന്ന് സെറ്റിലായി, എനിക്കൊരു പ്രശ്നമില്ലാതെ അതിനെ കൊണ്ടുപോവാൻ ഞാൻ ഇത്ര കാലം എടുത്തിട്ടാണ് ഞാൻ ആ ഒരു ജോലിക്ക് കയറിയിരിക്കുന്നത്. സോ ഇനി ഒരു പിന്നോട്ട് പോവുക എന്നുള്ളത് ഞാൻ ആലോചിക്കാത്ത കാര്യമാണ്. ഈ കോട്ട് ഇടാൻ അല്ലെങ്കിൽ ഈ ഒരു കോട്ട് നേടാൻ ഞാൻ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വെറുതെ എടുത്തിട്ട് ഇടുന്നതല്ല ഇത്. ഞാൻ ഒരുപാട് ഇതിനു വേണ്ടി പഠിച്ചിട്ടുണ്ട്, രാവും പകലും പഠിച്ചിട്ടുണ്ട്. പരീക്ഷകൾ ഒരുപാട് എഴുതിയിട്ടും വർക്ക് ചെയ്തിട്ടും മണിക്കൂർ കണക്കിന് വർക്ക് ചെയ്തിട്ടും രാവും പകലും കാൽക്കുലേറ്റ് ചെയ്തിട്ടും തന്നെയാണ് ഈ കോട്ട് ഇട്ടിരിക്കുന്നത്. സോ ഇത് എന്റെ പ്രൊഫഷനാണ്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മൾ അതിനെ കാണുക. ഇനി അടുത്തുള്ള ചോദ്യം വന്നത് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ എന്തുകൊണ്ട് നിങ്ങളുടെ വീട്ടില് ജോലിക്ക് നിൽക്കുന്നവരെ കാണിക്കുന്നില്ല? ഈ ഒരു ടോപ്പിക് ഒരു വലിയൊരു ടോപ്പിക്കാണ്. എന്താ കാര്യം എന്ന് വെച്ചാല്, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്ത ഒരു തെറ്റാണ്, ഞാൻ അത് അഡ്മിറ്റ് ചെയ്യുന്നു. ഞാൻ എന്താ കാര്യം എന്ന് വെച്ചാല്, നമ്മൾ നല്ലത് വിചാരിച്ചും കൊണ്ട് പല ആൾക്കാർക്കും പലതും ചെയ്യും. അത് നമുക്ക് തിരിച്ചെങ്ങനെ വരുന്നു എന്നുള്ളത് വളരെ വളരെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, അനുഭവത്തിലൂടെ മനസ്സിലായ ഒരു കാര്യമാണ്. എന്താ കാര്യം എന്ന് വെച്ചാല്, ഞാൻ പോയ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്തൊരു തെറ്റ് എന്താണെന്ന് വെച്ചാല്, അവര് നമ്മളെ അടുത്ത് വന്നിട്ട് ജോലിക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഒരു കൂട്ടുകാരി നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് അവിടുന്ന് അവര് നമ്മളുടെ വീട്ടിലേക്ക് വന്നിട്ട്, നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ ജോലിക്ക് വന്നോട്ടെ എന്ന് ഞാൻ ചോദിച്ചിട്ട് നമ്മൾ അവരെ വെച്ച സമയത്ത് അവര് നമ്മൾ വിസ എടുത്തിട്ട് നമ്മുടെ വിസയിലായിരുന്നു അവര് നിൽക്കുന്നുണ്ടായിരുന്നത്. ആൻഡ് അവർ പറഞ്ഞ ശമ്പളം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് യെസ്, അതൊരു ഏജൻസി ത്രൂ ആയിട്ടാണ് നമ്മൾ വിസ എടുത്തത്. ആൻഡ് ഇത് മാക്സിമം ഒരുപാട് പേര്, എനിക്ക് 100% ഉറപ്പുണ്ട്, നിങ്ങൾ എല്ലാവർക്കും ഈ വീട്ടില് സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരെ ആയിക്കോട്ടെ, ഇവിടുന്ന് വെച്ച ആൾക്കാരായിക്കോട്ടെ, 90% ആൾക്കാർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും വിധത്തിലൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവും. സോ നമ്മൾ ആരെയും കുറ്റം പറയേ, ഇന്നത്തെ ഈ ദിവസം വരയ്ക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒരുപാട് ചോദ്യങ്ങളായ സമയത്ത് നമ്മൾ വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്. സോ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല്, ബേസിക്കലി അവര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, രാവിലെ എനിക്ക് ഓർഡറൊക്കെ കഴിഞ്ഞിട്ട് 7:30 തൊട്ട് ഒരു 9:30 മണി വരെയ്ക്ക് എനിക്ക് ഒരു സമയം ഗ്യാപ്പ് ഉണ്ട്. ആ സമയത്താണ് ഞാൻ ചെടികൾ നോക്കാൻ പോവുക, അത് ചെയ്യുക, ഇത് ചെയ്യുക. അടുത്ത സ്ലോട്ട് ഞാൻ തുടങ്ങുന്നത് 9:30-ക്കാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, ലൈക്ക് 7:30-ക്ക് പോയിട്ട് 8:30 ആകുമ്പോഴേക്കും ഞാൻ 1 മണിക്കൂർ ഞാൻ പോയിട്ട്
ജോലി ചെയ്തോട്ടെ എന്ന് ചോദിച്ച സമയത്ത് ഞാനായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്, ആ വീട് എനിക്ക് അറിയുന്ന വീടായതുകൊണ്ടും അത് വേണ്ടാന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായതുകൊണ്ടും ഞാനൊരു സഹായം ആയിക്കോട്ടെ, അവർക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ശരി, നിങ്ങൾ പൊക്കോളൂ, അത് നിങ്ങൾക്കൊരു സഹായമാവും എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു എക്സ്ട്രാ വരുമാനമാവുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോളൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ തന്നെയാണ്. പക്ഷെ അത് എനിക്ക് തന്നെ അതൊരു വിനയായി വരും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ 1 മണിക്കൂർ എന്നുള്ളത് അത് 2 മണിക്കൂറായി, 3 മണിക്കൂറായി, 4 മണിക്കൂറായി. പിന്നെ വന്ന് കാര്യങ്ങൾ എന്തായെന്ന് വെച്ചാൽ 6 മണിക്ക് പോയാൽ 1:30 വരുള്ളൂ എന്നായി. ഈ 6 മണിക്ക് പോയിട്ട് 1:30 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇവരെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് കഷ്ണം മുറിച്ചു തരും, ഇല്ലെങ്കിൽ എന്താണ് പറയുക, പാത്രം കഴുകി തരും എന്നെങ്കിലും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം എൻ്റെ തലയ്ക്ക് വരാൻ തുടങ്ങി. പിന്നെ തമ്മിത്തല്ലി ബഹളം വെക്കുക എന്നുള്ള ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞിരിക്കണം. എനിക്ക് ഒന്നാമത്തെ കാര്യം അങ്ങനെ അറിയില്ല, പക്ഷെ ആ ഘട്ടമൊക്കെ നമ്മൾ കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ക്രോസ് ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എന്നെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുല്ല് വിലയായിരുന്നു അവർക്ക്. അതായത് അവര് വെളിയിൽ പോയിട്ട് ചെയ്യുന്ന കാര്യം അത് ജോലിയായിട്ടും, നമ്മുടെ വീട് അവർക്ക് ഒരു വന്ന് കിടക്കാനുള്ളതും 3 നേരം ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടക്കാനുള്ള വീട് പോലെ അവരാക്കി. എന്തൊക്കെ തന്നെ ബഹളം കേട്ടാലും അവര് 8 മണിക്ക് എണീക്കുള്ളൂ. വന്നു കഴിഞ്ഞാൽ 8:30 അവർ പോവുകയും ചെയ്യും. അത് വന്ന് നമ്മൾക്ക് അതൊരു വല്ലാത്തൊരു മനസ്സിന് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് വരാൻ തുടങ്ങി. അത് മാത്രമല്ല, അവരുടെ ഈ ഒരു നമ്മളായിട്ടുള്ള കോൺട്രാക്ട് ഈ ഫെബ്രുവരിയോട് കൂടി കഴിയണതായിരുന്നു. അപ്പോൾ അവര് നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇനി അവർക്ക് നമ്മളുടെ വിസ വേണ്ട, അവര് തന്നെ സ്വന്തമായിട്ട് എടുക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു ദിവസം കണ്ണേട്ടൻ വന്നിട്ട് അവരോട് ചോദിച്ചു, ലൈക്ക് എന്താ പറയുക, നിങ്ങൾ നിങ്ങളുടെ വിസ സ്വന്തമായിട്ട് എടുക്കുകയാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എന്താ വേണ്ടത്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ കോൺട്രാക്ട് കഴിയാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു, ഇല്ല, ഞാൻ സ്വന്തമായിട്ട് എടുക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞു, ശരി, നല്ല കാര്യം, അപ്പോൾ ഇനിയിപ്പോൾ കാര്യങ്ങൾ എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ എന്നെ സ്വന്തമായിട്ട് വിസ എടുക്കണതുകൊണ്ട് നിങ്ങൾ ഈ തരുന്ന ശമ്പളം എനിക്ക് പോരാ. അപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞു, ഇത് കൂടുതൽ നമുക്ക് പറ്റില്ല, താങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു, ഞാന് ഡിസംബർ മാസത്തിൽ നാട്ടിക്ക് പോവാൻ ഇരുന്നതാണല്ലോ, ആ നാട്ടിക്ക് പോക്ക് ഞാൻ വേണ്ടെന്ന് വെച്ചല്ലോ, അപ്പോ നിങ്ങൾ ആ മാസത്തേക്കുള്ള ശമ്പളവും ആ പോകുന്ന എയർ ടിക്കറ്റും നിങ്ങൾക്ക് തരണമല്ലോ. അപ്പൊ കണ്ണേട്ടൻ പറഞ്ഞു, തരണം, അത് നിങ്ങൾ എനിക്ക് തരണം. അപ്പൊ കണ്ണേട്ടൻ പറഞ്ഞു, ഞാൻ തരാം, നമ്മൾ തരുന്നുണ്ട്, അതെന്തായാലും നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു കാര്യമാണ്, അത് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ അവർ നമ്മളോട് പറഞ്ഞു, ഇപ്പോ ഞാൻ നാട്ടിക്ക് പോയതാണെങ്കിൽ നിങ്ങൾ വേറെ ഒരാളെ വെച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അതെ, വെച്ചിട്ടുണ്ടാവും. ആ വെച്ച ആൾക്ക് നിങ്ങൾ എത്രയായിരിക്കും പൈസ കൊടുക്കുക? നല്ല പൈസ കൊടുക്കേണ്ടി വരില്ലേ? നമ്മൾ പറഞ്ഞു, അതെ, ആ പൈസ എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അതുവരെയ്ക്കും ഞാൻ മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അത് ഏത് കണക്കിൽ പെടും എന്ന് ചോദിച്ചപ്പോ, അല്ല, ഇപ്പൊ ഞാൻ നാട്ടിക്ക് പോകുമ്പോ നിങ്ങൾ വേറൊരു ആളെ വെക്കൂലോ, ആ വെക്കുന്ന ആളുടെ പൈസ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്തു എന്ന് വിചാരിച്ചാൽ മതി, ഞാൻ വേറൊരാളാണെന്ന് വിചാരിച്ചാൽ മതി, ആ പൈസ തരൂന്ന് പറഞ്ഞു. അത് നടക്കില്ല, അത് എന്തായാലും നടക്കില്ല. നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള ശമ്പളം എന്നുള്ളത് നിങ്ങൾക്ക് തന്നു, അതിനു പുറമേ നിങ്ങൾക്ക് തരേണ്ടത് തന്നു, അതിനു പുറമേ നിങ്ങൾക്ക് നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള എയർ ടിക്കറ്റ് തന്നു. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആരെയും വെച്ചില്ല, ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഞാൻ ഒരാളെയും വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല 1 മാസം. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ കണക്ക് പറയരുത്. കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുമൊക്കെ കണക്ക് പറയേണ്ടി വരും, പല കാര്യത്തിൽ കണക്ക് പറയേണ്ടി വരും. നമ്മൾ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് കണക്കോട് കൂട്ടിയിട്ട് ചോദിച്ചിട്ടില്ല. എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾ വെച്ചത്, നിങ്ങൾ ഇരുന്നത്, നിങ്ങൾ കഴിച്ചത് എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഒന്നിനും കണക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അത് ഒരുപാടാണ്, അതൊന്നും സമ്മതിച്ചു തരാൻ പറ്റുന്ന കാര്യമല്ല, നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യം നിങ്ങൾക്ക് തരും. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ശമ്പളം അത് നമുക്ക് താങ്ങില്ല. മേ ബി നിങ്ങൾ ഉദ്ദേശിക്കുന്നതും വലിയ വലിയ ആൾക്കാരെ ആയിരിക്കും, നമ്മൾ അത്ര വലിയ ആൾക്കാരൊന്നും അല്ല, നമ്മൾ വളരെ സാധാരണപ്പെട്ട ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഇത്രയും തരാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്, വെളിയിൽ പോയി നോക്കൂ, എന്താണ് പറയുക, ഇത്രയെങ്കിലും വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വെളിയിലൊക്കെ അന്വേഷിച്ചിട്ട് തന്നെയാണ് പറയുന്നത്, നമുക്കിത്ര താങ്ങില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ എന്താണ് പറയുക, കണ്ണേട്ടൻ പറഞ്ഞു എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇത് കഴിയണതോട് കൂടിയിട്ട് നമ്മളുടെ അടുത്തുനിന്ന് വേണ്ടാന്ന് വെച്ചോളൂ. എന്താ വെച്ചാൽ എന്തായാലും അവള് തന്നെയാണ് ചെയ്യണത്. നിങ്ങൾ രാവിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചവരയ്ക്കും അവൾ എന്തായാലും തന്നെയാണ് കഷ്ടപ്പെടുന്നത്. ബാക്കിയുള്ളതും അവൾ എന്നെ കഷ്ടപ്പെട്ടോട്ടെ. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചോളാം എന്താ വേണ്ടത്. എന്നാൽ നമ്മൾ ഈ കോൺട്രാക്റ്റോട് കൂടിയിട്ട് നമുക്ക് വേണ്ടാന്ന് വെക്കാന്ന് പറഞ്ഞു. അവര് ആക്ച്വലി എന്താ പ്രതീക്ഷിച്ചതെന്ന് വെച്ചാൽ ഞാൻ പറയുന്നു വിചാരിച്ചു തോന്നുന്നു. നിങ്ങൾ പോണ്ട, ഇവരില്ലാതെ വേറെ എനിക്ക് പറ്റില്ല കണ്ണേട്ട, വെക്കൂ എന്നൊക്കെ പറയുന്നു വിചാരിച്ചു തോന്നുന്നു. പക്ഷെ ഞാനത് പറഞ്ഞില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് പുറമേ പോയിട്ട് നല്ലോണം കിട്ടുന്നുണ്ടത്രേ. അപ്പോൾ നമ്മളായിട്ട് എന്തിനാണ് വേണ്ടാന്ന് വെക്കുന്നത്? അവർ പൊക്കോട്ടെ എന്നേ പുറമേ. അവർ പോയിട്ട് ആരുടെ അടുത്താ വേണ്ടെന്ന് വെച്ചാൽ പോയി നിന്നിട്ട് നല്ലോണം സമ്പാദിച്ചോട്ടെ. ഒരു ചാൺ വയറിന് വേണ്ടിയിട്ടും അവരുടെ കുടുംബത്തിനും വേണ്ടിയിട്ടല്ലേ അവരും കഷ്ടപ്പെടുന്നത്. നമുക്ക് ഇത്രയും താങ്ങാൻ പറ്റില്ല. അവരൊക്കെ ചോദിക്കുന്നതൊക്കെ വല്ലാണ്ട് ചോദിച്ച ഒരു കാര്യമാണ്. അതൊന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല. എല്ലാ മാസവും എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റണതല്ലേ നമുക്ക് എടുത്ത് തലയിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനും വിചാരിച്ചു അവർ പോവുകയാണെങ്കിൽ പൊക്കോട്ടെ. അപ്പോൾ അവരുടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ അവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. അപ്പോൾ ഒരു മാസത്തോളം അവർക്ക് നമ്മുടെ കൂടെ നിൽക്കാം. എന്താ വെച്ചാൽ അവർക്ക് വേറൊരു നിൽക്കാന്ന് നിയമമൊന്നുമില്ല. ഇത് ക്യാൻസൽ ആയതോട് കൂടിയിട്ട് അവർക്ക് ഇവിടുന്ന് പോയേ പറ്റൂ, നമ്മുടെ വീട്ടിൽ നിന്ന് പോയേ പറ്റൂ. പക്ഷെ നമ്മളത് കാണിച്ചില്ല. അവരെ നമ്മൾ നിൽക്കാൻ സമ്മതിച്ചു. അവർക്ക് വേറൊരു ജോലി കിട്ടുന്നവരിക്കും നമ്മൾ നിൽക്കാൻ സമ്മതിച്ചു. അപ്പം എന്തായി, അവര് രാവിലെ നേരത്തെ വേറെ ജോലികളിലേക്ക് പോകാൻ തുടങ്ങി. ഇവിടെ പിന്നെ ഒരു പേയിങ് ഗസ്റ്റിനെ പോലെ ഇരിക്കാനുള്ള ഒരു രീതിയിലായി. അതായത് 3 നേരം വരും, ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം അവരെടുക്കും, പോവും. എന്തെങ്കിലും ഇവിടെ ജോലി ഉണ്ടെങ്കിൽ ചെയ്യും എന്നല്ലാതെ ഞാനും പ്രതീക്ഷയൊന്നും ചെയ്തില്ല. ഞാനും ഒട്ടും പ്രതീക്ഷിക്കാൻ നിന്നില്ല. എന്താ വെച്ചാൽ ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ആരും ഇല്ലാണ്ട് ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. സോ അങ്ങനെ കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് വന്ന് പറഞ്ഞു, എനിക്ക് ഇതിന്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ സ്ഥലം കഴിഞ്ഞ അടുത്തായിട്ട് തന്നെ എനിക്ക് സ്ഥലങ്ങൾ ശരിയായിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ തന്നെ എനിക്ക് 4 ജോലിയാണ് ശരിയായിരിക്കണം. ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യം, 4 ജോലിയോ 5 ജോലിയോ ശരിയാവട്ടെ, അങ്ങനെ തന്നെയാ വേണ്ടത് എന്നാണ്. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ അടുത്ത്, നിങ്ങൾക്ക് എന്നെ വേണ്ടേ? ഞാൻ പറഞ്ഞു ഇല്ല, നിങ്ങൾ നല്ല സ്ഥലത്തേക്ക് പൊക്കോളൂ. നമ്മൾക്ക് നിങ്ങൾക്ക് നന്നല്ലാന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞില്ലേ, ഇനി പിന്നെ വെറുതെ വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. എടോ സംഭവങ്ങൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ എന്താണ് പറയുക, ഇവര് എവിടെയോ പുറത്ത് പോയിട്ട് വന്നിട്ട് എന്തോ കഴിച്ചിട്ട് വന്ന് തണുപ്പായിട്ട് എന്തോ കഴിച്ചിട്ട് വന്നിട്ട് ഇവർക്ക് തൊണ്ടവേദന വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര തൊണ്ടവേദനയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചൂടുവെള്ളം കുടിക്കൂ, അല്ലെങ്കിൽ ഗാർഗിൾ ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു അധികം വേനിക്കണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് പോക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, എൻ്റെ വിസ ഇപ്പം റെഡി ആയിട്ടില്ലല്ലോ, അപ്പോൾ എനിക്ക് മെഡിക്കൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഇൻഷുറൻസും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പം ഞാൻ ഡോക്ടറെ അടുത്തേക്കൊന്നും പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, വേണമെങ്കിൽ ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ മരുന്ന് തരാം, നിങ്ങൾ നോക്കിക്കൊള്ളൂ പറഞ്ഞു. എടോ നമ്മളിവിടെ വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തു, ഞാൻ ജോലിക്കും പോയി. എനിക്കൊരു മെസ്സേജ് വന്നു, നമ്മൾ ജോലി ചെയ്യണം അവിടെ ഫുൾ ടൈം ഫോണും പിടിച്ചോണ്ട് നിൽക്കുമോ? ഇല്ലല്ലോ. അപ്പം എനിക്കൊരു മെസ്സേജ് വന്നു, ഇന്ന മാതിരി എനിക്ക് തീരെ വയ്യ, ഞാൻ ആംബുലൻസ് വിളിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ മെസ്സേജ് കാണാൻ ഒരു 20 മിനിറ്റ് വൈകി. അപ്പം 20 മിനിറ്റ് വൈകി ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നു, ഞാൻ ആംബുലൻസ് വിളിക്കുകയാണ്. ഞാൻ അപ്പം തന്നെ അവരെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി, എന്തേ ആംബുലൻസ് വിളിച്ചേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് തീരെ വയ്യ, ഞാൻ ആംബുലൻസ് വിളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ കുട്ടി എവിടെ, കുട്ടി ഒറ്റയ്ക്കല്ലേ അവിടെ എന്ന് പറഞ്ഞപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഫോണ് കട്ട് ചെയ്തിട്ട് ഞാൻ മോനെ വിളിച്ചു. മോനെ വിളിച്ചപ്പോൾ ഇവനാണെങ്കിൽ ഫോണും എടുക്കണില്ല. വേണോ പുലിവാല്, എനിക്ക് അവിടെ നിന്നും കൊണ്ട്, ഞാൻ ദൂരെ കിടക്കുക അബുദാബിയിൽ, എനിക്ക് അവിടെ നിന്നും കൊണ്ട് എനിക്ക് തല അങ്ങോട്ട് കറങ്ങാൻ തുടങ്ങി. കുട്ടി ഒറ്റയ്ക്കാണോ, എന്തായി, ഇവരാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കണു എന്നുള്ളത്. ഞാൻ അപ്പം തന്നെ കണ്ണേട്ടനെ വിളിച്ചു. കണ്ണേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കണ്ണേട്ടൻ എവിടെയാ എന്ന് ചോദിച്ചപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞു ഞാൻ ഇവിടെ 2 മണിക്കൂറായി വീട്ടിൽ വന്നിട്ട്, 8 മണി മുതൽ ഞാൻ വീട്ടിലുണ്ട്, എന്താണ് നീ എന്തിനാ ഇങ്ങനെ ബേജാറ്? ഞാൻ പറഞ്ഞു കണ്ണേട്ടൻ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞു ആ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ചെക്കൻ എന്താ ഫോൺ എടുക്കാതെ, അവൻ ഇവിടെ കളിക്കുകയാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു കണ്ണേട്ട ഇന്നാ താഴെ ആംബുലൻസ് വന്ന് നിൽക്കുന്നുണ്ട്, അവര് ആംബുലൻസിനെ വിളിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കണ്ണേട്ടൻ ഉണ്ടായിട്ടാണോ അവർ ആംബുലൻസ് വിളിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞു ആര് ആംബുലൻസ് വിളിച്ചു? ഞാൻ പറഞ്ഞു അവർ താഴെ പോയി നോക്കൂ, ഒരു ആംബുലൻസ് വന്നിട്ടുണ്ടാവും, അവരെ ആംബുലൻസിൽ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു. കണ്ണേട്ടൻ നിന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതെന്ത് പ്രാന്താണ് എന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് വന്നു. താഴത്തേക്ക് വന്നിട്ട് നോക്കുമ്പോൾ ആംബുലൻസ് നിൽക്കുന്നുണ്ട്, ഇവരെ അതിൻ്റെ ഉള്ളിലേക്ക് കിടത്തിയിട്ടുമുണ്ട്.
അപ്പോൾ കണ്ണേട്ടൻ പോയിട്ട് വാതിൽ തട്ടിയിട്ട് പറഞ്ഞു, ഞാനാണ് ഈ വീട്ടിലത്തെ ഉടമസ്ഥൻ, എൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കണവരാണ് അവരെന്തിനാ ആംബുലൻസ് വിളിച്ചതെന്ന് അറിയില്ല, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ആംബുലൻസിലത്തെ അവരെന്ത് പറഞ്ഞു, ഇപ്പം നമ്മുടെ പ്രയോറിറ്റി നിങ്ങളോട് ഉത്തരം പറയല്ല, ഇപ്പം നമ്മുടെ പ്രയോറിറ്റി ഈ പേഷ്യൻറ്റിനെയും കൊണ്ട് നേരെ ആസ്പത്രിക്ക് പോകുക എന്നുള്ളതാണ്, ബാക്കിയൊക്കെ ആസ്പത്രിയിൽ നിന്ന് ഫോണ് വരുന്നു പറഞ്ഞു. ഇത് കേട്ടതോട് കൂടിയിട്ട് കണ്ണേട്ടൻ്റെ കൺട്രോൾ പോയി. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഒരു നിമിഷം ഇവരുടെ ആട്ടത്തരത്തിന് ഞാൻ കൂടെ നിൽക്കില്ല, എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ടോ. ഞാൻ അവിടെ നിന്ന് ഇതിപ്പോൾ ഈ ആംബുലൻസ് എവിടെ ഇവരെ കൊണ്ടുപോയെന്ന് അറിയണ്ടേ, നമുക്ക് ഇവരെവിടെ പോയെന്നറിയണ്ടേ. ഞാൻ എന്നിട്ട് കണ്ണേട്ടനോട് പറഞ്ഞു, കണ്ണേട്ടൻ നമുക്കെന്നാ ഒന്ന് പോയിട്ട് ആംബുലൻസിൽ എവിടെയെന്ന് പോയതൊന്നൊന്ന് അന്വേഷിച്ചല്ലോ. കണ്ണേട്ടൻ പറഞ്ഞു, ഞാൻ വരില്ല, എവിടെയെന്ന് വെച്ചാൽ തന്നെ തീരുമാനിച്ചതല്ലേ എന്ന്, അങ്ങനെ വിടാൻ പറ്റുമോ. ഞാൻ എന്നിട്ട് ഇവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെ എവിടെയാണ് കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കണം എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു നിൽക്കൂന്നും പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ നമ്മുടെ ഈ അടുത്തുള്ള ഒരു ആസ്പത്രിയുടെ പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി ഒരു കാര്യം ചെയ്യൂ, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോഴേക്കും രാത്രിയായി, 11 മണിയായിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ണേട്ടൻ ഞാൻ ഓൺ ദ വേ ആണ്, വരൂ, കണ്ണേട്ടനും ഇങ്ങോട്ട് വരൂ, ഞാനും അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. കണ്ണേട്ടൻ പറഞ്ഞു, ഇല്ല, അഹങ്കാരം കാണിച്ചിട്ട് പോയതാണ്, അതുകൊണ്ട് എന്തായാലും ഇല്ല, തന്നെ എടുത്ത തീരുമാനമല്ലേ, തന്നെ വരാൻ അറിയാമെന്നും പറഞ്ഞു. എനിക്ക് മനസ്സ് കേട്ടില്ല. ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് പോയ ഒരാൾ നമ്മൾ എവിടെയാന്ന് അറിയാണ്ടിരിക്കണത് വളരെ മോശമല്ലേ, ഞാൻ എന്തായാലും ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരട്ടെ കാരണം എന്ന് പറഞ്ഞപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞു, നീ പൊക്കോന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. കണ്ണേട്ടൻ പെർമിഷൻ തന്ന സ്ഥിതിക്ക് ഞാൻ അവിടുന്ന് നേരെ ആസ്പത്രിക്ക് വിട്ടു. അവിടുന്ന് അബുദാബിയിൽ നിന്ന് നേരെ ഇവിടെ വന്ന് ദുബായിൽ നിന്ന് നേരെ ആസ്പത്രിക്ക് വിട്ടിട്ട് അതായത് ഇവർ പറഞ്ഞ ആ ആസ്പത്രിക്ക് നമ്മൾ പോയി. അപ്പോൾ ഒരു ആംബുലൻസ് വന്നാൽ ആ ആംബുലൻസ് നേരെ എവിടെ പോവുക, നേരെ എമർജൻസിക്ക് പോകും. ആ എമർജൻസിയിലാണല്ലോ ആംബുലൻസ് പോയി നിൽക്കുക. അപ്പം ഞാൻ അതേപോലെ എന്ത് ചെയ്തു, ആ ആസ്പത്രിയുടെ ആംബുലൻസ് പോകുന്ന എമർജൻസിക്ക് വിട്ടു. അവിടെ പോയിട്ട് ഞാൻ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ഉള്ളിൽ പോയി. യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഞാൻ ഉള്ളിക്ക്. ആ സമയം എത്രയും 12:30, 12:45 അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പേരുള്ള ഒരാളെ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ആംബുലൻസിൽ, അത് എവിടെയാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, തൊണ്ടവേദനയ്ക്ക് ആംബുലൻസ് വിളിച്ച് കേട്ട ആദ്യത്തെ വ്യക്തി ഒരാളാണ്, അവരിവിടെ എമർജൻസിയിൽ പെട്ട ഒരാളൊന്നുമല്ല, വെറുതെ ആംബുലൻസിനെ വിളിച്ച് കാശ് ചെലവാക്കണ പോലെയായി, അവരുടെ സമയം പാഴാക്കണ പോലെയായി, അവരൊക്കെ നോർമൽ ഔട്ട് പേഷ്യന്റ് കിടക്കണ അവിടെയാണ്, പൊക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഔട്ട് പേഷ്യന്റ് കിടക്കണത് അത് അപ്പുറത്തെ ബിൽഡിങ്ങിലാണെന്ന് പറഞ്ഞു. രാത്രി 12:45 കാർ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുക. ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി അതേ കൂടെ പോകാൻ പറ്റില്ല, രാത്രിയായില്ലേ, ഒരു കാര്യം ചെയ്യൂ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴി ഉണ്ടെങ്കിൽ പറയൂ. അപ്പോൾ അവരൊരാളെ വിളിച്ചിട്ട് എനിക്ക് ഡയറക്റ്റ് ചെയ്ത് കാണിച്ചെന്ന് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. അവിടെ പോയപ്പോൾ സാധാരണ ആൾക്കാർ വന്നിട്ട് ഇരിക്കില്ലേ, അപ്പോൾ അവിടെ എന്താണ് പറയുക, വീൽ ചെയറിൽ ഇരുത്തിയിരിക്കണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തേ ഈ കാണിച്ചത്? ഒന്നുമില്ലെങ്കിൽ രാജീവിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിരിക്കുക, എന്നെ മാതിരി തീരെ വയ്യ സാർ, എന്നെ ഒന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരിക്കുക. ഇല്ലെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ടാക്സി എടുത്തിട്ട് നിങ്ങൾക്ക് പോയിരിക്കാം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു സീനൊക്കെ കാണിച്ചത്? ഇല്ല, എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കണതും ഇഷ്ടമല്ലേ, ഞാനിപ്പോൾ ചത്തുപോകുമെന്ന് വിചാരിച്ചു. ശരി പോട്ടെ, അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവിടുന്ന് നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ടോൺസ്ലൈറ്റിസ് ആണ്, അതിൻ്റെ വേദനയാണ്, അതിൻ്റെ ഇതിലാണ് ഇതാക്കിയിരിക്കണം, അതിന് ഇവർ ആംബുലൻസ് ഒക്കെ വിളിച്ചിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല എന്ന് പറയുമ്പോഴേക്കും ഇവർ കിടത്തി, ഇവർ മെഡിക്കേഷൻ കാര്യങ്ങൾ തുടങ്ങി. അപ്പം എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, എന്താണ് പറയുക, ഇവർക്ക് ഇൻഷുറൻസ് ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, അവരെന്താ പറഞ്ഞ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അവർ പറഞ്ഞു അവർ പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ അടുത്ത് ടോട്ടൽ എമൗണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, അപ്പം നിങ്ങൾ അവരുടെ അടുത്ത് എല്ലാം സംസാരിച്ചല്ലോ, എന്താ വെച്ചാൽ നമുക്ക് അവരായിട്ടുള്ള കോൺട്രാക്റ്റും കഴിഞ്ഞു, നമുക്ക് അവരുടെ വിസയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, നമ്മൾ ജസ്റ്റ് അവരൊരു മനുഷ്യത്വം എന്നുള്ള നിലയിൽ അവരെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നു, എന്നിട്ടും കൂടിയിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ വന്നിട്ടുണ്ട് കാണാൻ. ഞാൻ എന്ത് ചെയ്ത് അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല എന്നറിയാലോ, അവരിത്ര എമൗണ്ടാണ് പറയുന്നത്, അപ്പോൾ നിങ്ങൾ സമ്മതിച്ചു എന്ന് പറഞ്ഞു അതിന് എന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയണേ, ഞാനിപ്പോൾ എന്താണ് പറയുക, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു എന്ന് പറഞ്ഞതാണ്, എൻ്റെ അടുത്ത് പൈസയൊന്നും ഇല്ല അവർ. ഞാൻ അങ്ങോട്ട് ഒരു നിമിഷം ഞെട്ടിയില്ലേ. ഞാൻ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ വെറുതെ പറഞ്ഞതാണോ? അടുത്തത് എന്തായിരിക്കും? ആസ്പത്രിക്കാർ പൈസ ചോദിക്കും, ഇവർ പൈസ ഇല്ല പറയും, അവർ നമ്മളെ വിളിക്കും, ഇതിപ്പോൾ അവർ പോലീസിനെ വിളിക്കില്ലേ? എന്താണ് ഇവർ കണ്ടിരിക്കണത് എന്ന് എനിക്കൊന്നും മനസ്സിലായില്ല.
അപ്പൊ അവര് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ മാസം നിങ്ങൾ ശമ്പളം തരേണ്ടതല്ലേ, അപ്പൊ അത് കൂട്ടിയാൽ മതി. എന്തൊരു ലാഘവായിരുന്നു എന്നറിയോ, എന്തൊരു നമ്മളെയൊന്നും ഒന്നുമില്ല. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊക്കെ ആ നിമിഷം തോന്നിയ ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, എന്തൊക്കെ സ്നേഹിച്ചിട്ട് എന്താ കാര്യം, ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ളതൊക്കെയാണ് തോന്നിയത്. ഞാൻ പറഞ്ഞു ശരി എന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവർ പറഞ്ഞു ഒരു 4 മണിക്കൂർ കഴിഞ്ഞാൽ വിളിക്കാൻ വന്നോളൂ. അപ്പോഴേക്കും സമയം 1 മണി 1:30 മണിയായി. ഇനിയും 4 മണിക്കൂർ. ഞാൻ നേരെ വീട്ടിൽ വന്ന് എന്താണ് പറയുക, എല്ലാം കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളും ക്ഷീണിച്ചിട്ടല്ലേ വരണത്, കിടന്നൊന്ന് മയങ്ങി. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫോൺ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ. വളരെ വളരെ അതായത് മരുന്നിന് വളരെ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ട് മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. വെറുതെ കാട്ടിക്കൂട്ടാൻ അതെല്ലാം ചെയ്തു. ഞാൻ പറഞ്ഞു ശരി പോട്ടെ, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നി, നിങ്ങളൊരു കാര്യം ചെയ്തു, ശരി സാരമില്ല പോട്ടെ. ഇനിയെങ്കിലും വരുന്ന 2-3 ദിവസമെങ്കിലും നിങ്ങൾ മിണ്ടാതിരിക്കും, നിങ്ങളുടെ ആരോഗ്യം നോക്കിയിട്ട് തരുന്ന മരുന്നും കഴിച്ചിട്ട് നിങ്ങൾ മിണ്ടാണ്ടിരിക്കും. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിയോ, ഇറക്കാൻ പറ്റാത്തതല്ലേ, കഞ്ഞിയോ എന്താ വേണ്ടെന്ന് വെച്ചാൽ വെച്ച് തരാമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ആംബുലൻസ് വിളിച്ച ആളാണ് കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞു അത് സാരമില്ല, നാളെ എനിക്ക് ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തൊക്കെയും ജോലിക്ക് പോകണം. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാ ഇതൊക്കെ കാണിച്ചത്? നാളെ എണീറ്റിട്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകണമെന്ന് തോന്നുന്ന ഒരാള് പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചത്? നമ്മളോട് മാത്രം ഒരു രീതിയിൽ, ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ വേറെ രീതിയിൽ. അപ്പോൾ ബാക്കിയുള്ളവർ തരണത് മാത്രമേ ഉള്ളൂ പൈസ, നമ്മൾ കൊടുക്കുന്നതൊന്നും പൈസയല്ലേ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വീടല്ലേ. ശരി ആരോട് പറഞ്ഞിട്ട് എന്താ കാര്യം, നല്ല രീതിയിൽ പോട്ടെ എന്നും പറഞ്ഞു. അവർ പറഞ്ഞു ഞാൻ പോവുകയാണ്, ഞാൻ ഒരു 3-4 ദിവസം മരുന്ന് കഴിയണവരിക്കും അവരിവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇറങ്ങുകയാണ്. ഞാൻ തടുക്കാനോ അതിനൊന്നും നിന്നില്ല. എന്താ വേണ്ടതെന്ന് വെച്ചാൽ പോയിക്കോട്ടെ. എനിക്ക് വല്ലാണ്ട് മനസ്സ് വിഷമമായി. എന്താ കാര്യം എന്ന് വെച്ചാൽ എന്താണ് പറയുക, ഒരുമാതിരി നമ്മൾ വല്ലാണ്ട് വിശ്വസിക്കുകയും ചെയ്തു, നമ്മൾ വല്ലാണ്ട് സ്നേഹിക്കുകയും ചെയ്തു. എന്നാലും കൂടിയിട്ട് നമുക്കൊന്നും എനിക്ക് എൻ്റെ തലയിലെഴുത്ത് അങ്ങനെയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ അതൊക്കെ എപ്പോഴും അങ്ങനെ വന്ന് തീർന്നിട്ടുള്ളൂ. ആരൊരാളെ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ആരൊരാളെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിച്ചാലും നമുക്ക് തിരിച്ചു കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും രണ്ടും കൽപ്പിച്ച് നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിക്കുന്നില്ല. നമ്മൾ ഇനി ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വളരെ വളരെ പ്രോപ്പറായിട്ടുള്ള ഏജൻസി ത്രൂവിലേ പോവുള്ളൂ. അവരായിരിക്കണം എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണത്. അപ്പോഴേ ഇവർക്കൊരു പേടി ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ ലാഘവത്തോടു കൂടിയിട്ട് അവരെ ഇതായിട്ടുള്ള രീതിയിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കും നമ്മളെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഇങ്ങനെ തോന്നുന്നത് എന്ന് വിചാരിച്ചു. സോ നിങ്ങൾ കാണുന്ന പല കാര്യത്തിലും, നിങ്ങൾ കാണുന്ന പല വീഡിയോസിലും, നിങ്ങൾ കാണുന്ന പല പല സദ്യകളായിക്കോട്ടെ, ഇതപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ സദ്യയുടെ വീഡിയോ ഇട്ട് കാണിച്ചു തരാം. ഞാൻ എന്തുമാത്രം പ്രിപ്പറേഷൻസ് ഒക്കെയാണ് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത്. സോ ഇതൊക്കെയാണ് ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് പേര് മനസ്സിലാക്കാത്തൊരു കാര്യം എന്താണെന്ന് അറിയോ, ഒരാളുടെ ജീവിതത്തിൽ സത്യാവസ്ഥയിൽ എന്താ നടക്കണമെന്ന് അറിയാണ്ട് നമ്മൾ അതൊക്കെ വെറുതെ പറയണമെന്ന്, അതൊക്കെ 100 ആൾക്കാരുണ്ടാവും സഹായിക്കാൻ. അങ്ങനെയൊന്നും അല്ല മക്കളെ. സത്യങ്ങളൊക്കെ പലതും വേറെ രീതിയിലാണ്. ഒരുപാട് പേർക്ക് ഈ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ, പല ആൾക്കാർക്കും ഉണ്ടായിരിക്കുന്ന അനുഭവം എന്തെങ്കിലും എടുത്തിട്ട് പോവുക. അതേമാതിരി വീട്ടിലിരിക്കുന്ന ആൾക്കാർ പൈസ ചോദിക്കുക, എന്നിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് പോകുമ്പോൾ ആ പൈസ കംപ്ലീറ്റ് കൊടുക്കാതെ പോവുക. എത്രയോ ആൾക്കാർ പെട്ടിട്ടുണ്ട് അങ്ങനെ, എത്രയോ ആൾക്കാർ പെട്ടിരിക്കുന്നു. എനിക്ക് ഇപ്പം പോണം തിരിച്ച് എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്നവർ ഒരുപാട് പേര് പല രീതിയിലും അനുഭവിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. നമ്മുടെ അനുഭവം ഇങ്ങനെയായിരുന്നു. ആരോടും ഒരു പരാതിയില്ല, ആരോടും ഒന്നും കുറ്റം പറയാനുമില്ല. അവർ സുഖമായി ജീവിച്ചോട്ടെ, അത്ര മാത്രമേ ആഗ്രഹമുള്ളൂ. ഞാൻ അവരോടും പറഞ്ഞു ഏത് സമയത്ത് വേണമെങ്കിലും വന്നോളൂ കേട്ടോ, ഏത് സമയത്ത് വേണമെങ്കിലും വന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരാട്ടോ എന്നുള്ള രീതിയിലാണ് ഞാനും പറഞ്ഞത്. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ആരോടും ഒരു വിരോധമോ ദേഷ്യമോ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെ എനിക്കിട്ട് കാണിക്കാനും അറിയില്ല. അതൊക്കെ കൊണ്ടായിരിക്കാം ആൾക്കാർ നമ്മളെ ആ ഒരു നിലയിൽ കാണുന്നത്. ഇവളെയൊക്കെ മര്യാദയ്ക്ക് പറ്റിക്കാൻ അറിയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളെന്നെയല്ലേ, ഇവളെയൊക്കെ എത്ര പറ്റിക്കാന്നുള്ള ലെവലിലേക്ക് നമ്മൾ നിന്ന് കൊടുത്തിട്ടായിരിക്കാം. സോ യെസ്, അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ തന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഞാൻ പറയുന്നു, ആരെയും കുറ്റം പറയാനോ ആരെയും പഴിചാരാനോ ഒന്നുമില്ല. അവരവർക്ക്
തോന്നി നമ്മൾ ശരിയാവില്ല എന്ന്. അതുകൊണ്ട് അവർക്ക് പോകണം പറഞ്ഞു, നമ്മൾ പോകാനുള്ള അനുവാദം കൊടുത്തു. അത്ര തന്നെ. ഇനി വരുന്ന ആള് നമ്മൾ വളരെ സൂക്ഷിച്ചും കണ്ടിട്ടൊക്കെ വെക്കുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു അനുഭവമാണ്. ഇനി നമ്മൾ വിട്ട് കളിക്കുക എന്നുള്ള ലെവലിലേക്ക് നിൽക്കില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇനിയൊക്കെ നല്ല പിടിപാടുള്ള രീതിയിൽ, വളരെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ആ ഏജൻസിയുടെ കീഴിലല്ലാതെ നമ്മുടെ സ്വന്തം വിസയിൽ എടുത്തിട്ട് നമ്മൾ ആ റിസ്ക് എടുക്കാന്നൊന്നും നമ്മൾ ചെയ്യാൻ താല്പര്യമില്ല. വളരെ പെർട്ടിക്കുലർലി നമ്മൾ ആലോചിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണത്. ഇനി എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും അവരുടെ വിസയിൽ ആയിരിക്കണം, അവരുടെ കൺട്രോളായിരിക്കണം. അല്ലാതെ നമ്മളിൽ ആയിട്ട് ഒരു ബന്ധവും പാടില്ല എന്നുള്ളത് ഞാനും കണ്ണേട്ടനും ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. സോ യെസ്, ഇതൊക്കെയാണ് മക്കളെ കാര്യമായിട്ട് നടന്നിരുന്നത്. അപ്പോൾ എല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഒരു കുളി പാസ്സാക്കണം, പോയി കിടക്കണം. നാളെ ഓർഡേഴ്സ് ഉണ്ട്, അതിനും കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. സോ ഞാൻ ഒരുപാടായി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ സമയം കിട്ടിയില്ല. ഇന്ന് കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ എല്ലാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാ വീഡിയോസിലും കമൻറ്റ് ഇട്ടതിനും, എല്ലാ വീഡിയോസിലും സേഫ് അല്ലേ എന്ന് ചോദിച്ചതിനും, എല്ലാ വീഡിയോസിനും സ്നേഹത്തോടു കൂടിയിട്ട് എൻ്റെ വീഡിയോ കാത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് താങ്ക്സ്. ഈ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു. കൂടെ ഉണ്ടാവും നിങ്ങൾ എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Till then, take care and bye-bye. Thank you.